സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടു കാണും. ചിലപ്പോൾ കുറച്ചുപേര് കാണാനുണ്ടാവും. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു വെബ് സീരീസ് 6 എപ്പിസോഡുള്ള വെബ് സീരീസ് റിലീസായിരിക്കുന്നത്. വിനീത്, മീന, സഞ്ജന ദീപു എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹക്കീം ഷായും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വെബ് സീരീസ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു OTT പ്ലാറ്റ്ഫോംസിൽ വരുന്ന ഡയറക്റ്റ് ആയിട്ട് റിലീസാവുന്ന മൂവീസ് അല്ലെങ്കിൽ ഒരു വെബ് സീരീസിനൊക്കെ വരുന്ന പ്രത്യേകതയുണ്ട്. കാരണം ബിഗ് സ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കഥ പറഞ്ഞു തീർക്കണം എന്നുള്ള ആ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 10-20 മിനിറ്റിൽ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി അവരുടെ ആ ഒരു കോൺഫ്ലിക്ട്സ് പരിചയപ്പെടുത്തി അങ്ങനെ ഒരു ലൈനിലാണ് നമുക്കതും പോകുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് നല്ലപോലെ സമയമെടുത്ത് പരിചയപ്പെടുത്തേണ്ട മൂവീസും വെബ് സീരീസിനൊക്കെ നല്ലൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു OTT വെബ് സീരീസൊക്കെ തന്നെയാണ്. സോ ഈ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിനെ പറ്റിയ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. അതിപ്പോൾ ആ ഒരു വീടാണെങ്കിലും ആ ഒരു വീടിന് ചുറ്റിപ്പറ്റുമുള്ള ആ ഒരു മരങ്ങളും മൂഡും ഒക്കെ തന്നെയാണെങ്കിലും ആ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വെബ് സീരീസിൻ്റെ ജേണലിനോട് നീതി പുലർത്തുന്നതാണ്. പക്ഷേ ഈ വെബ് സീരീസിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇതിൻ്റെ എക്സിക്യൂഷൻ തന്നെയാണ്. ഫസ്റ്റ് 3 എപ്പിസോഡ്സ് മെയിനായിട്ട് കാര്യമായിട്ടുള്ള ആകാംക്ഷ സംഭവങ്ങളൊന്നും തരുന്നില്ല എന്ന് മാത്രമല്ല നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു വെബ് സീരീസിൻ്റെ പ്രധാന പ്രശ്നമാണ്. 4, 5, 6 ഈ ഒരു വെബ് സീരീസിൻ്റെ വൈറ്റലായിട്ടുള്ള എപ്പിസോഡുമായിട്ട് കുറച്ച് എൻഗേജിങ് ഒക്കെ ആയിട്ട് പോകുന്നത്. അതിൽ 6ാമത്തെ എപ്പിസോഡിൽ വരുന്ന ഒരു ട്വിസ്റ്റാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ സേവിങ് ഗ്രേസ്. സോ ഒരു വെബ് സീരീസ് പറയുന്ന സ്റ്റോറി റോസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ കോൺഫ്ലിക്ട്സ് ആണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു അഡോളസൻസ് ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ തൻ്റെ ഡ്രീമിൽ കാണുന്ന ആ ഒരു ഗ്രീൻ ഐ മാൻ അദ്ദേഹത്തിനെ ആ ഒരു റിയൽ ലൈഫിലും കാണാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ എങ്ങനെയാണ് ഈ 2 പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ക്യാരക്ടറിനെ കൂടുതലും തളർത്തുകയാണ് ഈ ഒരു പേരൻസ്. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സീരീസിൻ്റേത്. സോ ഒരു ഹക്കീം ഷായുടെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ റോസ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സഞ്ജന ദീപുവിൻ്റെ പെർഫോമൻസും ഒരു വെബ് സീരീസിൻ്റെ മേജർ ഹൈലൈറ്റ് ആണ്. കാരണം ഈ റോസ്ലിൻ്റെ ക്യാരക്ടറിൽ കൂടിയാണ് ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഓഡിയൻസിന് എടുത്ത് എത്തേണ്ടത്. ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അങ്ങനെ പല പല ഫ്രസ്ട്രേഷൻസിൽ കൂടി കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. അത് അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഹക്കീം ഷാ കുറച്ച് മിസ്റ്ററീസും പല ഷെയ്ഡ്സും ഒളിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതും സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ വിനീത്, മീന ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പോലും ചില ഡയലോഗ് ഡെലിവറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിൽ വരുന്നത് ഒരു ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു വെബ് സീരീസിൻ്റെ മേജർ ആയിട്ടുള്ള നെഗറ്റീവാണ്. ഈ ഒരു ഡയലോഗ്സ് ആണെങ്കിലും അങ്ങനെയുള്ള പല പല സംഭവങ്ങളാണെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 എപ്പിസോഡ് നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സോ പിന്നെ അങ്ങോട്ട് വരുന്ന കുറേ ലോജിക്കലായിട്ടുള്ള റീസണിങ് സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നാലെ വരുന്ന റീസണിങ്ങും പല സംഭവങ്ങളും ഒക്കെ തന്നെ വർക്കൗട്ട് ആവുന്നില്ല ചിലയിടങ്ങളിൽ എന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവാണ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ആ ട്വിസ്റ്റിന് വേണ്ടി കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ്. പക്ഷേ നല്ല ക്ഷമയോടെ കാണണം ആദ്യത്തെ 3 എപ്പിസോഡ്. സോ അതങ്ങനെ ഒരു സ്ലോ ബേണിംഗ് ആയിട്ട് പോകുന്ന ഒരു വെബ് സീരീസാണ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.